ഹലോ എല്ലാവർക്കും നമസ്കാരം. 2026-ലെ കേരള SSLC പരീക്ഷാഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പിന്നെ രക്ഷിതാക്കൾക്കും ഇന്നത്തെ ഈ ഒരു ചെറിയ എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം. റിസൾട്ട് വരുന്ന ദിവസം ആ ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മളൊക്കെ ആ വഴിയിലൂടെ വന്നവരാണല്ലോ. പക്ഷെ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇന്ന് റിസൾട്ട് വരുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ അതെങ്ങനെ നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ നോക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കേ, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ നിങ്ങൾ റെഡിയാണോ? പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാന നിമിഷം എവിടെ നോക്കണം, ഏത് സൈറ്റിൽ കയറണം എന്നൊക്കെ ആലോചിച്ച് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാകും. എന്നാൽ ഇന്നത്തെ ഈ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ സംശയമേ വരില്ല. പക്കായിട്ട് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാനുള്ള എല്ലാ വഴികളും ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ആദ്യത്തെ കാര്യം ഇന്നത്തെ ഔദ്യോഗിക ഫലപ്രഖ്യാപനമാണ്. അതെ, 2026 മെയ് 15. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. 2 സമയങ്ങളുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൃത്യം 3 മണിക്ക് നമ്പറിൽ വെച്ച് നമ്മുടെ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ഷർമിള മേരി ജോസഫ് IAS റിസൾട്ട് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കും. പക്ഷേ ഇത് പത്രസമ്മേളനം നടക്കുന്ന സമയമാണ്. നിങ്ങൾക്ക്, അതായത് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് 3:30 മുതലാണ്. അപ്പോൾ 3 മണിക്ക് തന്നെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ട് അയ്യോ റിസൾട്ട് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും പാനിക്കാകരുത്. കൃത്യം 3:30-ക്ക് തന്നെ നിങ്ങളുടെ സ്കോറുകൾ വെബ്സൈറ്റുകളിൽ ലൈവ് ആകും. ഇനി രണ്ടാമതായിട്ട് ഏതൊക്കെ പരീക്ഷകളുടെ ഫലമാണ് ഇന്ന് വരുന്നതെന്ന് നോക്കാം. നോക്കൂ, ഇന്ന് സാധാരണ SLC പരീക്ഷാഫലം മാത്രമല്ല വരുന്നത്. അതോടൊപ്പം തന്നെ THSLC, പിന്നെ ഹിയറിംഗ് ഇംപേർഡ് വിദ്യാർത്ഥികൾക്കായുള്ള SSLC, THSLC പരീക്ഷകൾ, കൂടാതെ AHSLC ഫലങ്ങളും ഇന്ന് 3:30-ക്ക് തന്നെ ലഭ്യമാകും. അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും കാത്തിരിപ്പിനു കൂടിയാണ് ഇന്ന് വിരാമമാകുന്നത്. ഇനി മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗം, ഫലം എവിടെയൊക്കെ പരിശോധിക്കാം. പ്രധാനപ്പെട്ട ഗവൺമെന്റ് വെബ്സൈറ്റുകളും ഡിജിലോക്കർ വെബ്സൈറ്റും നമുക്കൊന്ന് നോക്കാം. സ്ക്രീനിൽ കാണുന്ന ഈ പോർട്ടലുകൾ വഴിയും കേന്ദ്ര സർക്കാരിന്റെ ഡിജിലോക്കർ വഴിയുമൊക്കെ നിങ്ങൾക്ക് ഫലമറിയാം. ലക്ഷക്കണക്കിന് കുട്ടികൾ ഒരേ സമയം കയറുമ്പോൾ സ്വാഭാവികമായിട്ടും സർവർ ഡൗൺ ആകാൻ ചാൻസ് ഉണ്ട്. അത് നമുക്കറിയാവുന്നതാണല്ലോ. അങ്ങനെ വന്നാൽ ഒരൊറ്റ വെബ്സൈറ്റിനെ മാത്രം ആശ്രയിച്ചിരിക്കാതെ ഈ ലിസ്റ്റിലുള്ള മറ്റ് സൈറ്റുകൾ കൂടിയൊന്ന് മാറി മാറി ട്രൈ ചെയ്തു നോക്കുക. ഇനി സർവറിൽ ഭയങ്കര തിരക്കാണെങ്കിൽ വേഗത്തിൽ ഫലം അറിയാൻ പറ്റിയ ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറയാം. നിങ്ങളുടെ കാറ്റഗറിക്ക് മാത്രമുള്ള സ്പെഷ്യലൈസ്ഡ് വെബ്സൈറ്റുകൾ ഉപയോഗിക്കുക. അതായത് ജനറൽ ട്രാഫിക് ഒഴിവാക്കാനിത് നിങ്ങളെ സഹായിക്കും. ഉദാഹരണത്തിന് SSLC വിദ്യാർത്ഥികൾക്ക് sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റും അതുപോലെ മറ്റു വിഭാഗങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതുപോലുള്ള പ്രത്യേക ലിങ്കുകളും ഉപയോഗിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ സ്കോർ അറിയാൻ സാധിക്കും. ഓക്കെ, ഇനി ഏറ്റവും സിമ്പിളായൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഈ വെബ്സൈറ്റിലൊക്കെ പോയി തിരയാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ കേരള സ്റ്റേറ്റ് IT മിഷൻ ഒരുക്കിയിരിക്കുന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട്. 9188619958. നമ്പർ ഒന്നുകൂടി പറയാം, 9188619958. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് യാതൊരു ടെൻഷനുമില്ലാതെ ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് അറിയാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണിത്. വെബ്സൈറ്റുകൾ ഹാങ് ആവുന്ന സമയത്ത് ഈ വാട്സാപ്പ് നമ്പർ ശരിക്കും ഒരു വലിയ ആശ്വാസമായിരിക്കും. തീർച്ചയായും. അതുപോലെ തന്നെ മറ്റൊരു കിഡിലൻ ആൾട്ടർനേറ്റീവ് കൂടിയുണ്ട്. സർക്കാരിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ നമ്മുടെ കേരളം. വെബ് ബ്രൗസറുകളിൽ പോയി ലിങ്കുകൾ ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടുന്നതിന് പകരം പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നേരിട്ട് ഈ നമ്മുടെ കേരളം ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഫോണിലൂടെ തന്നെ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. ഇന്ന് വൈകിട്ട് 3:30-ക്ക് ഫലം വരുമ്പോൾ കൂളായിട്ടിരിക്കുക. റിസൾട്ട് നോക്കാൻ ഒന്നിലധികം മാർഗ്ഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. ഇനി പരീക്ഷാഫലം എന്തു തന്നെ ആയാലും അതൊരു പുതിയ തുടക്കത്തിന്റെ ആദ്യ പടി മാത്രമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണോ അതോ വെറുമൊരു തുടക്കം മാത്രമാണോ ഈ മാർക്ക് ഷീറ്റുകൾ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങളുടെ തുടർപഠനത്തിനും ഭാവിയിലേക്കും എൻ്റെ വകയൊരു ബിഗ് ഓൾ ദി ബെസ്റ്റ്. നന്നായി വരട്ടെ.